അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിൽ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഉൾക്കൊള്ളിച്ച അതിമഹത്തായ ദിക്റുകളുടെ വിശദീകരണവും മഹത്വവുമാണ് ചെറിയ രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹദ്ദാദ് റാത്തീബിൽ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എട്ടാമതായി ഉൾപ്പെടുത്തിയ ദിക്ർ ഹബീബായ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. വളരെ ഷോർട്ടായിക്കൊണ്ട് ലളിതമായി ചൊല്ലാൻ പറ്റിയ സ്വലാത്തിൻ്റെ വചനങ്ങൾ അടങ്ങിയ ഒരു സ്വലാത്താണ് ഇത്. 3 പ്രാവശ്യം ഹദ്ദാദ് റാത്തീബിലൂടെ ഇത് പതിവാക്കപ്പെടുന്നു, പ്രാവർത്തികമാക്കപ്പെടുന്നു. സ്വലാത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ നിഖില മേഖലകളിലും ബന്ധപ്പെടേണ്ടതും പതിവാക്കേണ്ടതും നിലനിർത്തേണ്ടതുമായ അതിമഹത്തായ ഒരു കർമ്മമാണ്. ദാരിദ്ര്യത്തിനെ ഇല്ലാതെയാക്കാനും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും പ്രതാപവും നിലനിർത്താനുമൊക്കെ സ്വലാത്തിലൂടെ സാധിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൻ്റെ വിശുദ്ധി വിജയത്തിന് വളരെ പ്രധാനമായ ഒരു ഘടകമാണ്. ലിക്കുല്ലി ഷൈഇൻ ത്വഹാറത്തുൻ. ഏതൊരു വസ്തുവിനും ഒരു ശുദ്ധീകരണമുണ്ട്. ത്വഹാറത്തു ഖുലൂബിൽ മുഅ്മിനീന മിനസ്വദഇ. തുരുമ്പെടുത്ത ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനുള്ള മാർഗം അസ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് എന്ന് വരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി അഭിപ്രായപ്പെട്ടതായി കാണാൻ കഴിയും. മാത്രമല്ല, പാരത്രിക ലോകത്ത് എത്തിപ്പെടുന്ന സമയത്ത് ആരാരും സഹായിക്കാനില്ലാത്ത ആ നിർണായകമായ ഘട്ടത്തിൽ ഞാനുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളും ബന്ധമുള്ള ആളും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് എൻ്റെ മേൽ കൂടുതൽ സ്വലാത്തിനെ വർദ്ധിപ്പിച്ച ആളായിരിക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വലാത്തുമായി ബന്ധപ്പെടുന്ന ഒരു മനുഷ്യന് അവൻ്റെ ഭൗതിക ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയും, മരണസമയത്ത് അനുഭവിക്കാൻ കഴിയും, ഖബറിൽ കിടക്കുന്ന സമയത്ത് അനുഭവിക്കാൻ കഴിയും. മുങ്കർ നക്കീറിൻ്റെ ചോദ്യത്തിൻ്റെ ആ ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ പോലും സ്വലാത്തിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയും, മഹ്ശറിൽ അനുഭവിക്കാൻ കഴിയും. സിറാത്തുപാലം വിട്ടുകിടക്കുന്ന സമയത്ത് അവൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് അവൻ എത്തിക്കാൻ ഈ സ്വലാത്ത് അവൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവം കാണാൻ കഴിയും. മഹാനവറുകൾ പറയുന്നു, എൻ്റെ അയൽവാസിയായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു. സ്വപ്നത്തിലൂടെ ഞാൻ ആ അയൽവാസിയായ മനുഷ്യനെ ദർശിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക. എങ്ങനെയുണ്ട് നിങ്ങളുടെ അവസ്ഥ? ബർസഖിയായ ജീവിതം എങ്ങനെയുണ്ട്? അള്ളാഹു നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്തു? ആ മനുഷ്യൻ പറഞ്ഞു, ഓ ഇമാം ശിബിലി തങ്ങളെ, ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഞാൻ തരണം ചെയ്യേണ്ടി വന്നു. മുങ്കർ നക്കീറിൻ്റെ ചോദ്യത്തിൻ്റെ സമയത്ത് ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. ഉത്തരം മുട്ടിപ്പോയി നിൽക്കുന്ന ആ സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഒരു മുസ്ലിമായിട്ടാണല്ലോ ഞാൻ മരിച്ചത്, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ഈ ഒരവസ്ഥ വന്നു? ആ സമയത്തൊരു വിളിയാളം കേട്ടു, നിങ്ങളുടെ നാവിനെ ദുനിയാവിൽ വെച്ച് നിയന്ത്രിക്കാത്തതിൻ്റെ ഒരു പ്രയാസമാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്നത്. അങ്ങനെ മുങ്കർ നക്കീർ വന്നുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യുന്ന ആ ഒരു പ്രയാസകരമായ അവസ്ഥയിൽ സുബ്ഹാനല്ലാഹ്, എൻ്റെയും ആ മലക്കുകളുടെയും ഇടയിൽ ഒരാളതാ വരുന്നു. ജമീലു ശഖ്സി ത്വയ്യിബുർ റായിഹത്തി. സുന്ദരനായ സുഗന്ധം അടിച്ചു വീശുന്ന സുമുഖനായ ഒരാൾ വരുന്നു. എന്നിട്ട് മുങ്കർ നക്കീറിൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ എനിക്കിങ്ങനെ ഓർമ്മപ്പെടുത്തി തന്നു, എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ കൃത്യമായി മുങ്കർ നക്കീറിൻ്റെ ചോദ്യങ്ങൾക്ക്
ഉത്തരം നൽകി, മറുപടി നൽകി. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആ സമയത്ത് എന്നോട് പറഞ്ഞു, അന ശഖ്സുൻ ഖുലിഖ്തു ബികസ്റത്തി സ്വലാത്തിക അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചിരുന്നില്ലേ? ആ സ്വലാത്താണ് ഞാൻ. ആ സ്വലാത്തിനെ സുന്ദരമായ ഈ രൂപത്തിൽ രൂപാന്തരപ്പെടുത്തപ്പെട്ടതാണ്, സൃഷ്ടിക്കപ്പെട്ടതാണ്. വ ഉമിർത്തു അൻ അൻസുറക ഫീ കുല്ലി കർബിൻ. വിഷമഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാൻ എന്നോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും പ്രതിസന്ധിയിലുമാണല്ലോ. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാനും വേണ്ടി നിങ്ങളടുത്തേക്ക് നിയോഗിക്കപ്പെട്ടതാണ് ഞാൻ എന്ന് എന്നോട് അദ്ദേഹം പറയുകയുണ്ടായി. ഇതുപോലെ സ്വലാത്തുമായി ബന്ധപ്പെടുന്ന മനുഷ്യന് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പലതരത്തിലുള്ള ഫലങ്ങളും അനുഭവിക്കാൻ കഴിയും. സ്വപ്നത്തിലൂടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം ആ മനുഷ്യന് ലഭിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ വന്നുകൊണ്ട് സന്തോഷിപ്പിക്കും. അതിൻ്റെ അടയാളം ജീവിതത്തിൽ മരണം വരെ നിലനിൽക്കുകയും കാണാൻ കഴിയുകയും ചെയ്യും. ഒരുപാട് സംഭവങ്ങൾ പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വാലിഹീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്. മഹാനവറുകൾ അവിടുത്തെ ഒരു അനുഭവം വിശദീകരിക്കുന്നത് കാണാം. ഞാൻ എല്ലാ രാത്രികളിലും ഉറങ്ങാനും വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു നിശ്ചിത എണ്ണം മുത്തു റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്. നമ്മളൊക്കെ പതിവാക്കേണ്ട ഒരു കാര്യമാണത്. ഉറങ്ങുന്നതിന് മുമ്പ് സാധിക്കുന്ന എണ്ണം അതെത്ര കുറച്ചാണെങ്കിലും മുടങ്ങാതെ സ്വലാത്തുമായി നമ്മൾ ബന്ധപ്പെടണം. മഹാനവറുകൾ പറയുന്നു, എല്ലാ രാത്രികളിലും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു നിശ്ചിത എണ്ണം, ഇത്ര എണ്ണം എന്ന് ഈ സംഭവത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, നിശ്ചിത എണ്ണം സ്വലാത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ചൊല്ലാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ എണ്ണം സ്വലാത്ത് ചൊല്ലി കിടന്നുറങ്ങി. സുബ്ഹാനല്ലാഹ്, ഞാൻ എൻ്റെ റൂമിൽ ഇങ്ങനെ ഉറങ്ങുകയായിരുന്നു. സ്വപ്നത്തിലതാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ റൂമിലേക്ക് വരുന്നു. എൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് വരികയാണ്. ആ സമയത്ത് എൻ്റെ റൂം ആകെ പ്രകാശപൂരിതമായി പ്രകാശം കൊണ്ട് തിളങ്ങാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സ്വലാത്തിനെ വർദ്ധിപ്പിച്ച നിങ്ങളെ വായ ഒന്ന് തുറന്നു തരൂ, ഞാനൊന്ന് ചുംബിക്കട്ടെ എന്നെന്നോട് പറഞ്ഞു. മഹാനായ മുഹമ്മദ് ഇബ്നു സഅദ് എന്നവർ പറയുകയാണ്, ഞാൻ ലജ്ജിച്ചുപോയി. എൻ്റെ ഈ മോശപ്പെട്ട വായയെ ഹബീബായ തങ്ങൾ ചുംബിക്കുകയോ? ഞാൻ ലജ്ജിച്ചുപോയി, ഞാൻ ചിന്തിച്ചുപോയി. അങ്ങനെ ഫഖബ്ബല ഫീ ഖദ്ദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ കവിളത്ത് ചുടുചുംബനം നൽകി. ഉറക്കിൽ നിന്ന് പേടിച്ചുകൊണ്ട് ഞാൻ ഉണർന്നു. എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഉറക്കിൽ നിന്ന് ഉണർന്നു നോക്കുമ്പം ഫൈദാ ബിൽ ബൈത്തി യഫൂഹു മിസ്കൻ മിൻ റായിഹത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ റൂം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ചുംബിച്ചത് കാരണം ഉണ്ടായ, അള്ളാൻ്റെ റസൂലിൻ്റെ റൂമിലേക്ക് കയറി വന്നത് മൂലം ഉണ്ടായ മിസ്കിൻ്റെ വാസന അടിച്ച് വീശുകയാണ്. ഈ മിസ്കിൻ്റെ വാസന 8 ദിവസത്തോളം എൻ്റെ റൂമിൽ എൻ്റെ കവിളത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ അത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. മുത്ത് റസൂല് കയറിയ എൻ്റെ റൂമിൽ 8 ദിവസത്തോളം ആ സുഗന്ധം അടിച്ചു വീശിയിരുന്നു. എൻ്റെ കവിൾത്തടത്തിൽ 8 ദിവസത്തോളം ആ മിസ്കിൻ്റെ വാസന അടിച്ചു വീശിയിട്ടുണ്ടായിരുന്നു എന്ന് മഹാനവറുകൾ അവിടുത്തെ ഒരു അനുഭവ സംഭവം വിശദീകരിച്ചത് കാണാം. ഇങ്ങനെ സ്വലാത്തുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് മരിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലൂടെയാണെങ്കിലും കാണാനുള്ള അവസരം ഉണ്ടാകും. ആ കണ്ടതിൻ്റെ അടയാളങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനും കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ സ്വലാത്തുമായി ബന്ധപ്പെട്ട് അത് വർദ്ധിപ്പിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ.
അത്തരത്തിലുള്ള ഒരു സ്വലാത്താണ് ഹദ്ദാദ് റാത്തീബിലൂടെ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.